ശബരിമലയിലെ സദ്യ നൽകലിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തീരുമാനം ആയില്ല. പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നിർദ്ദേശങ്ങളോട് മറ്റ് 2 ബോർഡ് അംഗങ്ങൾ വിയോജിച്ചു. ടെൻഡർ ഒന്നും വിളിക്കാതെ സദ്യയിലേക്ക് പോകുന്നതിനെ CPM അംഗം എതിർക്കുകയായിരുന്നു. തനിക്ക് ജയിലിൽ കിടക്കാൻ താൽപ്പര്യമില്ല എന്നാണ് ബോർഡ് യോഗത്തിൽ CPM അംഗം അഡ്വക്കേറ്റ് PD സന്തോഷ് കുമാർ ആഞ്ഞടിച്ചിരിക്കുന്നത്. സ്റ്റോർ പർച്ചേസ് റൂളിന് വിരുദ്ധമായൊന്നും ചെയ്യാനാകില്ല എന്ന് സന്തോഷ് കുമാറിൻ്റെ പക്ഷം. CPI അംഗവും മുൻ മന്ത്രിയുമായ K രാജുവും പ്രതിഷേധത്തിലാണ്. ശബരിമലയിൽ ഏകപക്ഷീയമായ തീരുമാനമെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളതാണ് രാജുവിൻ്റെ നിലപാട്. പുതിയ കൊട്ടേഷൻ ഒന്നും കൊടുക്കാതെ നിലവിൽ സാധനം നൽകുന്നവരെ കൊണ്ട് സദ്യയ്ക്ക് സാധനം എത്തിക്കാനാണ് ജയകുമാറിൻ്റെ നീക്കം. ഇത് ഭാവിയിൽ പ്രതിസന്ധിയാകുമെന്നാണ് ബോർഡ് അംഗങ്ങളുടെ നിലപാട്. ഇതോടെ ചൊവ്വാഴ്ച ശബരിമലയിൽ തുടങ്ങേണ്ട സദ്യയിൽ ആകെ ആശയക്കുഴപ്പമായി. നാളെയോടെ എല്ലാം പരിഹരിക്കാനാണ് ജയകുമാറിന്റെ തീരുമാനം. ഇനിയും സദ്യയിൽ ഉത്തരവിറങ്ങിയിട്ടില്ല. തിങ്കളാഴ്ച ഉത്തരവിറങ്ങിയാൽ മാത്രമേ ചൊവ്വാഴ്ച സദ്യ നൽകാൻ കഴിയുകയുള്ളൂ. അതിനിടെ സദ്യയുടെ മെനു മാറ്റുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നുള്ള വാദവും സജീവമാണ്. സദ്യയുമായി ബന്ധപ്പെട്ട ഫയലിൽ CPM അംഗം വിയോജനക്കുറിപ്പും എഴുതിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് K ജയകുമാറിന്റെ സ്വേച്ഛാധിപത്യ ഭരണമെന്ന് ആരോപിച്ച് കലാപക്കൊടി ഉയർത്തി K രാജു രംഗത്ത് എത്തിക്കഴിഞ്ഞു. അംഗങ്ങളുമായി ആലോചിക്കാതെ ജയകുമാർ ഉദ്യോഗസ്ഥ പിന്തുണയോടെ തീരുമാനം എടുക്കുകയാണ് എന്നുള്ളതാണ് ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് K രാജു പരാതി നൽകിയതായാണ് ലഭിക്കുന്ന വിവരം. അന്നദാനത്തിന് പകരമായി ഡിസംബർ 2 മുതൽ വിഭവസമൃദ്ധമായ കേരള സദ്യ നൽകാൻ ജയകുമാർ തനിച്ച് തീരുമാനിച്ചതാണ് രാജുവിനെ ചൂടിപ്പിച്ചത്. ബോർഡിലെ 3 അംഗങ്ങൾക്കും നിയമപ്രകാരം തുല്യ അവകാശമാണ്. ബോർഡ് മീറ്റിംഗ് നയിക്കാനുള്ള അവകാശമല്ലാതെ പ്രസിഡന്റിന് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ ആകുകയില്ല. 3ൽ 2 ഭൂരിപക്ഷം തീരുമാനങ്ങൾക്ക് വേണം. എതിർക്കുന്ന അംഗത്തിന്റെ വിയോജനക്കുറിപ്പോടെയാണ് തീരുമാനം ഉത്തരവാകേണ്ടത്. എന്നാൽ CPM പ്രതിനിധി PD സന്തോഷിന്റെ അഭിപ്രായം പോലും പ്രസിഡന്റ് കേട്ടില്ല എന്നുള്ളതാണ് പരാതി. സ്വർണ്ണക്കൊള്ളയിൽ മുഖം വികൃതമായ സർക്കാർ ബോർഡിൽ രാഷ്ട്രീയ ഇടപെടലില്ല എന്ന് ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ജയകുമാറിനെ പ്രസിഡന്റാക്കിയത്. എന്നാൽ മറ്റ് 2 അംഗങ്ങളും CPI നോമിനികളാണ്. ഇവർ ജയകുമാറിനെതിരെ കടുത്ത നിലപാട് എടുക്കുകയാണ്. ശബരിമലയിൽ അടക്കം സാധനങ്ങൾ വാങ്ങുന്നതിനാണ് സ്റ്റോർ പർച്ചേസ് റൂൾ ഉള്ളത്. ഇതുപ്രകാരം ഓരോ സാധനത്തിനും ടെൻഡർ വിളിക്കണം. കുറഞ്ഞ തുകയിൽ സാധനം സപ്ലൈ ചെയ്യാമെന്ന് പറയുന്നവർക്ക് നൽകണം. സദ്യ എന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ എടുത്ത അതിവേഗ തീരുമാനമാണ്. ഇതിന് ടെൻഡർ വിളിക്കാനുള്ള സമയം പോലും ഇല്ല. ടെൻഡർ വിളിക്കാതെ ശബരിമലയിൽ പുലാവിനും മറ്റും സാധനം എത്തിക്കുന്നവരിലൂടെ സദ്യയ്ക്കുള്ള സാധനങ്ങളും എത്തിക്കാനാണ് നീക്കം. ഇലയില്ലാ സദ്യയും വിവാദത്തിലായിരിക്കുകയാണ്. ഇലയില്ലാതെ നൽകുന്ന സദ്യയെ കേരളീയ സദ്യ എന്നും വിളിക്കാൻ കഴിയില്ല. കൂടിയാലോചനയില്ലാതെ തീരുമാനം എടുത്തതിൻ്റെ പരിണത ഫലമാണ് ഇതെന്ന് വിലയിരുത്തലുണ്ട്. K ജയകുമാറിനെ നിയന്ത്രിക്കാനാണ് സാമ്പത്തിക അഴിമതിയിൽ ആരോപണ വിധേയനും കടുത്ത CPM-കാരനുമായ G ബിനുവിനെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കിയത്. സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്നു G ബിനു. ബിനുവിൻ്റെ നിയമനം വിവാദമായിട്ടും K ജയകുമാറിന് ഒന്നും ചെയ്യാനായില്ല. പ്രസിഡന്റിനെ കടിഞ്ഞാണിടാനാണ് ബിനുവിനെ പുനർനിയമിച്ചത്. ഇതെല്ലാം ദേവസ്വം ബോർഡ് ഭരണത്തെ വിവാദത്തിലാക്കുന്നുണ്ട്. അതിനിടെ പുതിയ ആവശ്യവുമായി ഹിന്ദു സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ശബരിമലയിൽ നിന്നല്ല ക്ഷേത്രങ്ങളെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നു. ഇതിന് ശാശ്വത പരിഹാരം ക്ഷേത്ര പരിപാലന നിയമം മാറുക എന്നുള്ളതാണ്. രാഷ്ട്രീയ നിയന്ത്രണം ഒഴിവാക്കിയുള്ള പുതിയ നിയമം വേണം. അതിന് നിയമസഭയിൽ ഹിന്ദു വിശ്വാസികൾ ഉണ്ടാവണം. അതിന് ഹിന്ദു MLA-മാർ ഉണ്ടാകണം. ഹിന്ദുക്കളുടെ വൻ ശക്തി കേന്ദ്രീകരണം ഉണ്ടാകണം. ശബരിമലയുടെ സംരക്ഷണത്തിന് എന്നും മുൻനിരയിൽ നിന്നിട്ടുള്ള BJP നേതാവ് കൂടിയായ കുമ്മനം രാജശേഖരൻ പറയുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറം ലോകമറിയാൻ കാരണം സർക്കാരല്ല, കേരള പോലീസുമല്ല, അയ്യപ്പ സ്വാമിയുടെ തീരുമാനമാണ്. ഇപ്പോൾ പുറത്തു വന്നത് ഒന്നും തന്നെയല്ല. ഞെട്ടിക്കുന്ന സംഭവങ്ങളും വിവരങ്ങളും വരാനിരിക്കുന്നുള്ളൂ എന്ന് കുമ്മനം പറയുകയാണ്.